നമസ്കാരം. ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. ഹവാല ഇടപാടിൽ ജോയ് ആലുക്കാസ് ഗ്രൂപ്പിനെതിരെ നടപടി ഘടിപ്പിക്കാൻ ഇഡി. ജ്വല്ലറി ഗ്രൂപ്പിന്റെ വിവിധ സ്ഥാപനങ്ങളിൽ തുടർ പരിശോധന നടത്താൻ നീക്കം. ജീവനക്കാരെ വിശദമായി ചോദ്യം ചെയ്യും. വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതിന് കണ്ടുകെട്ടിയത് ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ 305 കോടി രൂപയുടെ സ്വത്ത്. പാലക്കാട് ഒറ്റപ്പാലത്ത് ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് കൊല്ലപ്പെട്ടു. കുടുംബ വഴക്കിൽ ഇടപെട്ട ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം പനയൂർ ഹെൽത്ത് സെന്റർ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീജിത്തിനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. പനയൂർ സ്വദേശിയാണ് ശ്രീജിത്ത്. പ്രതി ജയദേവൻ പോലീസ് കസ്റ്റഡിയിൽ. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ കോഴിക്കോട് ജില്ലയിൽ പര്യടനം തുടരുന്നു. നാദാപുരത്താണ് ആദ്യ സ്വീകരണം. എ പി ജയരാജന്റെ അസാന്നിധ്യവും ദല്ലാൽ നന്ദകുമാറുമായി നടത്തിയ കൂടിക്കാഴ്ചയുണ്ടാക്കിയ വിവാദങ്ങൾക്കുമിടെയാണ് ജാഥ പര്യടനം. ജനകീയ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാത്ത തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഭീഷണി. അടുത്ത മാസം മുതൽ തൊഴിലുണ്ടാകില്ലെന്നാണ് മുന്നറിയിപ്പ്. ഭീഷണിപ്പെടുത്തിയത് മയ്യിൽ പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ സുചിത്ര. സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ശശിക്കെതിരെയുള്ള പരാതി ചർച്ച ചെയ്യാൻ സിപിഎം പാർട്ടി മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി യോഗം ഇന്ന്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശിന്റെ സാന്നിധ്യത്തിലാണ് യോഗം. അന്വേഷണം പാർട്ടി ഫണ്ട് വെട്ടിപ്പ്, കോഓപ്പറേറ്റീവ് ബാങ്ക് നിയമന അഴിമതി ആരോപണങ്ങളിൽ. പാലക്കാട് പാടൂർ വേലയ്ക്കിടെ ആന വിരണ്ടോടി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് വിരണ്ടോടിയത്. എഴുന്നള്ളത്തിന് ശേഷം പന്തലിൽ അണിനിരന്ന ആന മുന്നോട്ടോടുകയായിരുന്നു. പിറകിൽ നിന്നിരുന്ന ആന ചിഹ്നം വിളിച്ചതോടെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ മുന്നോട്ടോടിയത്. ഉടൻ തന്നെ എലഫന്റ് സ്ക്വാഡും പാപ്പാന്മാരും ആനയെ തളച്ചു. 1-ാം പാപ്പാൻ നെന്മാറ കരിമ്പാറ സ്വദേശി രാമന് പരിക്കേറ്റു. പശ്ചിമ കൊച്ചിയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള നടപടികൾക്ക് തുടക്കം. ഫോർട്ട് കൊച്ചി വെളി ഗ്രൌണ്ടിൽ കൺട്രോൾ റൂം തുടങ്ങി. ആലപ്പുഴ ജില്ലയിൽ നിന്ന് ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കും. നടപടികൾ ഏകോപിപ്പിക്കുന്നത് ഡെപ്യൂട്ടി തഹസിൽദാറുടെ നേതൃത്വത്തിൽ. കോൺഗ്രസിന്റെ 85ാമത് പ്ലീനറി സമ്മേളനം റായ്പൂരിൽ തുടരുന്നു. ഇന്നും നാളെയും സബ്ജക്ട് കമ്മിറ്റി അംഗീകരിച്ച വിവിധ പ്രമേയങ്ങളിൽ വിശദമായ ചർച്ച. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് പ്ലീനറി സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. പുതിയ പ്രവർത്തക സമിതി അംഗങ്ങളുടെ പ്രഖ്യാപനം പ്ലീനറിയിൽ ഉണ്ടായേക്കില്ലെന്ന് സൂചന. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിലെ തുടർ പരിശോധനയിലും വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി വിജിലൻസ്. കേടുപാട് സംഭവിക്കാത്ത വീടിന് പ്രകൃതി ദുരന്തത്തിന്റെ മറവിൽ അനുവദിച്ചത് 4 ലക്ഷം രൂപ. വീടിന്റെ പേരിൽ അപേക്ഷ നൽകിയിട്ടില്ലെന്ന് വീട്ടുടമ. എറണാകുളത്തിന് പുറമെ കോഴിക്കോട്ടും സമ്പന്ന പ്രവാസി മലയാളിക്ക് 3 ലക്ഷം രൂപ അനുവദിച്ചതായി കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണത്തിന് നീക്കം. വിജിലൻസ്, റവന്യൂ, ആരോഗ്യ വിഭാഗങ്ങൾ സംയുക്തമായി അന്വേഷിക്കും. ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് സാധ്യത. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെഡറൽ ബാങ്ക് എംപ്ലോയീസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ധർണ സംഘടിപ്പിച്ചു. പി ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ക്ലാർക്ക്, ബാങ്ക്മാൻ, സ്വീപ്പർ തസ്തികയിൽ നിയമനം നടത്തുക, കരാർ പുറം കരാർ തൊഴിൽ നിർത്തലാക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ. പൊന്നാനി ബിയ്യത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വൃദ്ധ മരിച്ചു. ബൈക്കിൽ മകനൊപ്പം സഞ്ചരിച്ച ഈശ്വരമംഗലം കുമ്പളത്ത് സ്വദേശി സുലോചനയാണ് മരിച്ചത്. മകന് ഗുരുതര പരിക്ക്. സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തി ഒളിവിൽ പോയ മധ്യവയസ്കൻ അറസ്റ്റിൽ. പിടിയിലായത് നിലമ്പൂർ പാലപ്പറമ്പ് സ്വദേശി നമ്പിയത്ത് രാധാകൃഷ്ണൻ. എറണാകുളം വടക്കൻ പരവൂരിൽ വെച്ചാണ് പിടികൂടിയത്. ഇന്ത്യൻ ആർമിയുടെ ഈ വർഷത്തെ റിക്രൂട്ട്മെന്റ് നടപടിക്രമങ്ങളിൽ പുതിയ രീതി നടപ്പാക്കുമെന്ന് മേജർ ജനറൽ പി രമേശ്. ഉദ്യോഗാർത്ഥികൾ ആദ്യം പൊതുപ്രവേശന പരീക്ഷയ്ക്ക് വിധേയനാകണം എന്നതാണ് പ്രധാന മാറ്റം. എന്നാൽ പരീക്ഷയുടെ സിലബസിലും രീതിയിലും മാറ്റമുണ്ടാകില്ലെന്ന് മേജർ ജനറൽ. വയനാട്ടിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വേലിയമ്പം കുന്നപ്പള്ളിയിൽ സാബുവാണ് മരിച്ചത്. ഭൂതാരത്തിനടുത്ത് റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് ജീപ്പിന് പിന്നിലിടിച്ചായിരുന്നു. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും വേലിയമ്പം ദേവി വിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജീവനക്കാരനുമാണ്. ട്രിവാൻഡ്രം ക്യാമറ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച ക്യാമറമാൻമാരെ ആദരിച്ചു. ആദ്യകാല ടെലിവിഷൻ ക്യാമറാമാൻമാർ സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ അഴകപ്പനാണ് മുതിർന്ന ക്യാമറമാൻമാരെ ആദരിച്ചത്. KP വിനോദ്, അയ്യപ്പൻ, ഇബ്രാഹിം ഖലീൽ, മന്നൻ, S ശാന്തിലാൽ, മുരളി K കുമാർ, N സുരേന്ദ്രൻ നായർ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. അരീക്കോട്
GUP സ്കൂൾ മൈത്രിയിലെ പുതിയ കെട്ടിടം ഓൺലൈനായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. PK ബഷീർ MLA അധ്യക്ഷത വഹിച്ചു. ശിലാഫലകം അദ്ദേഹം അനാച്ഛാദനം ചെയ്തു. ദുബായിൽ വിസയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ GDRFA അവസരമൊരുക്കുന്നു. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങുന്നവർക്കും ക്യാമ്പയിനിൽ പങ്കെടുക്കാം. ഇന്നു മുതൽ 27 വരെ ദേര സിറ്റി സെന്ററിലാണ്. വിസ കാലാവധി കഴിഞ്ഞ് രാജ്യത്ത് തങ്ങിയാൽ പ്രതിദിനം 50 ദിർഹമാണ് പിഴ. സൗദിയിലെ സന്ദർശക വിസക്കാർക്ക് ബഹ്റൈനിലേക്ക് പോകണമെങ്കിൽ ഇനി മൾട്ടിപ്പിൾ വിസ മാത്രം മതി. 16 ബഹ്റൈൻ ദിനാർ ഫീസ് നൽകേണ്ട ഈ വിസയിൽ 14 ദിവസം താമസിക്കാം. ഒരു മാസത്തിനിടെ നിരവധി തവണ പോയി വരാനും അനുമതി. എത്തിഹാദ് റെയിൽ പദ്ധതിയുടെ ഭാഗമായുള്ള ചരക്ക് ട്രെയിൻ ശൃംഖലയ്ക്ക് തുടക്കം. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദാണ് പ്രഖ്യാപനം നടത്തിയത്. പദ്ധതിയുടെ ഭാഗമായുള്ള യാത്രാ തീവണ്ടികളുടെ ബോഗിയും ദുബായ് ഭരണാധികാരി സന്ദർശിച്ചു. 2050ഓടെ സമ്പദ് വ്യവസ്ഥയിൽ 200 ബില്യൺ ദിർഹത്തിന്റെ സ്വാധീനം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷ. ഭക്ഷ്യപാനീയ തൊഴിൽ മേഖലയിലേക്ക് സ്വദേശികളെ ആകർഷിക്കുന്നതിനായുള്ള ഇഷ്റാഖ് പദ്ധതിക്ക് ദുബായിൽ തുടക്കം. ദുബായ് എമിറാത്തി ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് കൌൺസിൽ UAE ഫുഡ് ആൻഡ് ബിവറേജസ് ബിസിനസ്സുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. വിവിധ കമ്പനികൾ പദ്ധതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. UAEയിൽ ലുലു വേൾഡ് ഫുഡ് ഫെസ്റ്റിന് തുടക്കം. അബുദാബി, ദുബായ്, ഷാർജ, അലൈൻ എന്നിവിടങ്ങളിലെ വിവിധ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഫെസ്റ്റിന്റെ ഭാഗമായി 3 സ്ഥലങ്ങളിൽ തത്സമയ പാചക മത്സരങ്ങൾ സംഘടിപ്പിക്കും. വിജയികൾക്ക് 3000 ദിർഹം വരെയുള്ള ക്യാഷ് പ്രൈസും ലഭിക്കുമെന്ന് സംഘാടകർ. അബീർ മെഡിക്കൽ ഗ്രൂപ്പും അമിഗോസ് ജിദ്ദയും നടത്തിയ ഈഷൽ നൈറ്റ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധ നേടി. ഇൻഷുറൻസ് ഇല്ലാത്ത ഡ്രൈവർമാർക്ക് പ്രിവിലേജ് കാർഡും വിതരണം ചെയ്തു. ചടങ്ങിന്റെ ഭാഗമായി കലാപരിപാടികൾ അരങ്ങേറി. സൗദിയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ മുഹബ്ബത്ത് നൈറ്റിന്റെ പ്രൊമോ വീഡിയോ വൈറലാകുന്നു. ഒപ്പനയുടെ മാതൃകയിൽ ഇങ്ങനെ ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടുള്ളതാണ് വീഡിയോ. നിങ്ങൾക്ക് എന്താ പരിപാടി? അല്ല എന്റെ പഠിച്ചോ, നിങ്ങൾ ആരും അറിഞ്ഞില്ല കഥ? 24-ാം തീയതി രാത്രിയല്ലേ റിമി ടോമി വരുന്നത് റിയാദില്. പഠിച്ചോനെ റിമി ടോമിയോ? ഇവിടെ വിധു പ്രതാപും. പഠിച്ചോനെ വിധു പ്രതാപും ഉണ്ടോ? ഫെബ്രുവരി 24-ന് റിമി ടോമിയെ വിധു പ്രതാപിനെ ആരാ കൊണ്ടുവരുന്നേ? നമ്മളെ കോഴിക്കോടൻസ്. വയനാട് ജില്ലയിൽ ടൂറിസത്തിന്റെ ഭാഗമായി ഓട്ടോ ഡ്രൈവർമാർ ടൂറിസം പദ്ധതിയായ ടുക് ടുക്കിന് തുടക്കം. കുറഞ്ഞ ചെലവിൽ ഓട്ടോറിക്ഷയിൽ ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരം. വൈത്തിരി, അമ്പലവയൽ, ബത്തേരി എന്നിവിടങ്ങളിലേക്കുള്ള 100ഓളം ഓട്ടോ ഡ്രൈവർമാർക്ക് പരിശീലനം നൽകി. തലസ്ഥാനത്തെ സ്കൂൾ വെതർ സ്റ്റേഷനുകൾ പ്രവർത്തന സജ്ജം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളം വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്കൂൾ വെതർ സ്റ്റേഷൻ. അധ്യാപകരുടെ പൂർണ്ണ പിന്തുണയോടെയാണ് സ്കൂൾ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. കോട്ടയം രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തുടക്കം. 3 തിയേറ്ററുകളിലായി നടക്കുന്ന മേള ഈ മാസം 28 വരെ നീണ്ടുനിൽക്കും. 3 തിയേറ്ററുകളിലായി പ്രദർശിപ്പിക്കുന്നത് 40ഓളം ചിത്രങ്ങൾ. ഉദ്ഘാടനം ചെയ്തത് മന്ത്രി VN വാസവൻ. കണ്ണൂർ പയ്യാവൂർ മഹാശിവക്ഷേത്രത്തിൽ നടക്കുന്ന ഊട്ടുത്സവത്തിന്റെ ഭാഗമായി ഓമനക്കാഴ്ച നടന്നു. 300-ലധികം പുരുഷന്മാർ വാഴക്കുലകളും തോളിലേറ്റി കിലോമീറ്ററുകളോളം നടന്ന് ക്ഷേത്രസന്നിധിയിൽ എത്തി. വേനൽ രൂക്ഷം. കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടത്തിൽ ചെങ്ങറ സമരഭൂമിയിലെ കുടുംബങ്ങൾ. കിണറും പൈപ്പും ഇല്ലാത്ത സമരഭൂമിയിലുള്ളവർ വെള്ളം വാങ്ങുന്നത് പണം നൽകി. പഞ്ചായത്ത് സഹായിക്കുന്നില്ലെന്നും ആക്ഷേപം. കോഴിക്കോട് കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ മരുതോങ്കരയിലെ തകർന്ന ഭാഗം പുനർനിർമ്മിച്ചു. പുനർനിർമ്മാണത്തിനായി ചെലവഴിച്ചത് 80 ലക്ഷം രൂപ. വൻ നാശനഷ്ടമുണ്ടാക്കിയ കനാൽ തകർച്ചയ്ക്ക് ശേഷം പുനർനിർമ്മിച്ചത് നാട്ടുകാർക്ക് ആശ്വാസമായി. ഇടുക്കി കൊന്നത്തടിയിൽ കാട്ടുതീ പടർന്ന് 10 ഏക്കറോളം കൃഷിയിടം കത്തിനശിച്ചു. തീപിടുത്തമുണ്ടായത് കൊന്നത്തടി കോലാഹലമേട്ടിൽ റവന്യൂ ഭൂമിയിൽ നിന്നുമാണ് കൃഷിയിടത്തിലേക്ക് തീ പടർന്നത്. നഷ്ടപരിഹാരം നൽകണമെന്ന് നാട്ടുകാർ. കോതമംഗലം ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂളിൽ
SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. ആന്റണി ജോൺ MLA കേഡറ്റുകളുടെ ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ച് സല്യൂട്ട് സ്വീകരിച്ചു. സ്കൂൾ മാനേജർ ഡോക്ടർ തോമസ് പോത്തനാമൊഴി പതാക ഉയർത്തി. മൂവാറ്റുപുഴ ഡിവൈഎസ്പി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പങ്കെടുത്തു. കോഴിക്കോട് തണൽ ചാരിറ്റി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 50ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. പാവപ്പെട്ട രോഗികൾക്കും നിർധനരായ കുടുംബങ്ങൾക്കും കിറ്റ് നൽകി. മുക്കം ഹൈലൈഫ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പെരിന്തൽമണ്ണ ഏലംകുളം റെയിൽവേ ഗേറ്റ് ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ അടച്ചിടും. റെയിൽവേ ട്രാക്കിലെ അറ്റകുറ്റപ്പണിക്കായാണ് നിയന്ത്രണമെന്ന് അധികൃതർ. കേരള കർണാടക അതിർത്തിയായ തലപ്പാടിയിൽ സംയോജിത ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു. അതിർത്തി പ്രദേശങ്ങളിലൂടെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആധുനിക സംവിധാനങ്ങളോടെയുള്ള പരിശോധനാ കേന്ദ്രം. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെക്ക് പോസ്റ്റ് കെട്ടിടം നിർമ്മിച്ചത് സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തി. മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥിനികൾ നടത്തുന്ന സമരം തുടരുന്നു. അവസാന വർഷ വിദ്യാർത്ഥിനികളാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഠിപ്പ് മുടക്കി സമരം നടത്തുന്നത്. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് പ്രധാന ആവശ്യം. 6 ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും അംഗീകരിച്ചതായി കോളേജ് അധികൃതർ. ഹൈഡ് ആൻഡ് ടൂറിസം ഡയറക്ടർ മേഖലയെ സ്വകാര്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതായ ആരോപണം. CITU ഹൈഡ് ആൻഡ് ടൂറിസം വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സൂചനാ സമരം തുടങ്ങി. ഇടുക്കിയിലെ വിവിധ സെന്ററുകളിൽ സമരം. പുനലൂർ നഗരസഭയുടെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ തെരഞ്ഞെടുത്ത കർഷകർക്ക് കൂൺ കൃഷി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ B. സുജാത ഉദ്ഘാടനം ചെയ്തു. നഗരസഭയിലെ 35 വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർ പങ്കെടുത്തു. പരിശീലനം പൂർത്തിയാക്കുന്ന കർഷകർക്ക് സംരംഭം തുടങ്ങുന്നതിനുള്ള സഹായങ്ങളും നൽകുമെന്ന് നഗരസഭ. മേഘാലയയിലും നാഗാലാൻഡിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ദേശീയ നേതാക്കളെ കളത്തിലിറക്കി പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. മേഘാലയയിൽ നടക്കുന്നത് ചതുഷ്കോണ മത്സരം. വോട്ടെടുപ്പ് തിങ്കളാഴ്ച. വോട്ടെണ്ണൽ മാർച്ച് 2-ന്. മധ്യപ്രദേശിൽ 2 ബസ്സുകളിലേക്ക് ട്രക്ക് ഇടിച്ചുകയറി 8 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. അപകടം ബർഖത ഗ്രാമത്തിൽ. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ശ്രീലങ്കയിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. മാർച്ച് 9-ന് നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് മാറ്റിവെച്ചത്. പുതിയ തീയതി മാർച്ച് 3-ന് പ്രഖ്യാപിക്കും. റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് 1 വർഷം പിന്നിട്ടതിന് പിന്നാലെ റഷ്യയ്ക്ക് മേൽ ഉപരോധവുമായി അമേരിക്ക. റഷ്യയുടെ ലോഹ ഖനന മേഖലകളിലെയും ധനകാര്യ സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഉപരോധം. ജോ ബൈഡൻ യുക്രൈൻ സന്ദർശിച്ച് മടങ്ങിയത് 4 ദിവസം മുൻപ്. 2023 യുക്രൈന്റെ വർഷമായിരിക്കുമെന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഈ വർഷം വിജയം നേടാൻ സാധ്യമായതെല്ലാം ചെയ്യാം. വേദനയുടെയും ദുരിതത്തിന്റെയും ഐക്യത്തിന്റെയും വർഷത്തിലൂടെയാണ് രാജ്യം കടന്നുപോയതെന്നും യുക്രൈൻ പ്രസിഡന്റ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്താൻ ഉദ്ദേശിക്കുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. റഷ്യയ്ക്ക് ചൈന ആയുധം നൽകില്ലെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നതായും സെലൻസ്കി. പ്രതികരിക്കാതെ ചൈന. ഇംഗ്ലണ്ടിനെ 6 റൺസിന് തോൽപ്പിച്ച് ദക്ഷിണാഫ്രിക്ക വനിതാ ട്വന്റി ലോകകപ്പ് ഫൈനലിൽ. വിജയലക്ഷ്യമായ 165 റൺസ് പിന്തുടർന്ന ഇംഗ്ലണ്ട് നേടിയത് 158 റൺസ് മാത്രം. ഫൈനലിൽ ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയയെ നേരിടും. ഫുട്ബോൾ ആരാധനയ്ക്ക് പ്രായഭേദമില്ല. വയനാട് റിപ്പണിലെ അൻഷിഫ് എന്ന 13-കാരൻ തന്റെ രോഗാവസ്ഥയെ മറികടക്കുന്നത് ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ടാണ്. 26-ന് കൊച്ചിയിൽ നടക്കുന്ന കളി കാണാനും സെറിബ്രൽ പാൾസി ബാധിച്ച അൽഷിഫ് ഉണ്ടാകും. ഈ റിപ്പോർട്ടോടുകൂടി ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ബ്ലാസ്റ്റേഴ്സിന്റെ കടുത്ത ആരാധകനായ അൻഷിഫിന് താരങ്ങളോടൊപ്പം സെൽഫി എടുക്കാനും കളി കാണാനും അതിയായ ആഗ്രഹമാണ്. സെറിബ്രൽ പാൾസി ബാധിച്ച അൻഷിഫ് മത്സരങ്ങളും മുടക്കാറില്ല. ടിവിക്ക് മുന്നിൽ കാലുകൾ കൊണ്ട് റിമോട്ട് ഉപയോഗിച്ച് ചാനൽ മാറ്റുന്ന അൻഷിഫ് കളിയുള്ള ദിവസം മറ്റാർക്കും റിമോട്ട് കൈമാറില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങളെ നേരിൽ കാണണമെന്ന അൻഷിഫിന്റെ ആഗ്രഹം പ്രദേശവാസിയായ അഷ്റഫ് അലി സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട വിവരമറിഞ്ഞത്. കളി കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. ഈ ഒരു ഭിന്നശേഷിയുള്ള അവസ്ഥയിൽ വേറെ ഒന്നുമില്ലല്ലോ, സ്കൂളിലൊന്നും പോകുന്നില്ല. അപ്പോൾ ഫുൾ ടൈം ഒരു കളിയും ഗെയിമുകളൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ കളിയുള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ ജേഴ്സിയൊക്കെ ഇട്ട് അതിനുവേണ്ടി ഒരുങ്ങി നിൽക്കും. അപ്പോൾ അവൻ്റെ ടീച്ചറുണ്ട്. ടീച്ചറാണ് ഇത് ശരിക്കും തിരിച്ചറിയണത്. ഇവനിങ്ങനെ ഒരു കഴിവുണ്ട്, ആഗ്രഹമുണ്ട് എന്നൊക്കെ. അപ്പോൾ ടീച്ചറാണ് ഇപ്പോൾ ഇത് ഒന്ന്
പുറത്തേക്ക് എത്തിച്ചത്. കഴിഞ്ഞ ദിവസം അൻഷിഫിന്റെ വീട്ടിൽ നേരിട്ടെത്തിയ മഞ്ഞപ്പട സന്തോഷ വാർത്തയ്ക്കൊപ്പം ക്ലബിന്റെ ടീഷർട്ടും സ്കാർഫും അൻഷിഫിന് സമ്മാനിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ കളികളും മുടങ്ങാതെ കാണുന്ന അൻഷിഫ് കളിയുള്ള ദിവസം രാവിലെ മുതൽ തന്നെ ജേഴ്സി ധരിച്ച് നിൽക്കും. മഞ്ഞപ്പട എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക ഗ്രൂപ്പിന്റെ ആളുകൾ അവർ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുകയും ആ കുട്ടിയുടെ വീട്ടിൽ പോയി കുട്ടിയായിട്ട് ആശയവിനിമയം നടത്തുകയും അങ്ങനെ ആ കുട്ടിയെ കളി കാണാനുള്ള കൊണ്ടുപോകാമെന്ന് അവരെ ഏൽക്കുകയും അതിനുവേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വാർത്ത കേട്ടപ്പോൾ അൻഷിഫിന് സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതായിരുന്നുവെന്ന് കുടുംബം പറയുന്നു. 26-ന് ഹൈദരാബാദിനെതിരെയുള്ള കളി കാണാൻ കുടുംബത്തോടൊപ്പം കൊച്ചിയിൽ അൻഷിഫും ഉണ്ടാകും. മഞ്ഞക്കടലിൽ ഒരുവനാകാനും പ്രിയപ്പെട്ട താരങ്ങളെ നേരിൽ കാണാനും. ന്യൂസ് 18 വയനാട്.